സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള ശമ്പള പരിധി ഗണ്യമായി വർദ്ധിപ്പിച്ചത് കുറഞ്ഞ വരുമാനമുള്ള ജോലികളിൽ തുടരുന്നവർക്ക് വിസ പുതുക്കാൻ പ്രയാസമുണ്ടാക്കുന്നു. കൂടാതെ കെയർ വർക്കർമാർക്ക് പങ്കാളിയെയോ കുട്ടികളെയോ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം മലയാളി കുടുംബങ്ങളുടെ മാനസികാവസ്ഥയെയും സാമ്പത്തിക ഭദ്രതയെയും കാര്യമായി ബാധിക്കുന്നു. ഡിപെൻഡന്റ് വിസയിലുള്ള നിയന്ത്രണങ്ങൾ കാരണം പലരും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഹെൽത്ത് കെയർ സെക്ടറിലെ വെല്ലുവിളികളും റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളും NHSലും പ്രൈവറ്റ് കെയർ സെക്ടറിലും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ജോലിഭാരവും ശമ്പള വർധനവും സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന വിസ തട്ടിപ്പുകൾ വലിയൊരു ഭീഷണിയാണ്. യുകെയിലെത്തിയ ശേഷം ജോലി ലഭിക്കാതിരിക്കുകയോ പറഞ്ഞതിലും കുറഞ്ഞ ശമ്പളം നൽകുകയോ ചെയ്യുന്ന ഏജൻസികൾക്കെതിരെ ഹോം ഓഫീസ് കർശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ പുതിയതായി ജോലി മാറുന്നവരും നാട്ടിൽ നിന്നും വരുന്നവരും ഏജൻസികളുടെ ആധികാരികത കൃത്യമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളും കുടുംബ ബജറ്റും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്കുകളിൽ വരുന്ന നേരിയ മാറ്റങ്ങൾ പോലും മലയാളി കുടുംബങ്ങളുടെ മോർഗേജ് തിരിച്ചടവിനെ നേരിട്ട് ബാധിക്കുന്നു. വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കൂടാതെ കൗൺസിൽ ടാക്സ് വർധനവും മറ്റ് അവശ്യസാധനങ്ങളുടെ വിലക്കയറ്റവും കാരണം മാസവരുമാനത്തിൽ വലിയൊരു ഭാഗം ചിലവുകൾക്കായി മാറ്റിവെക്കേണ്ടിവരുന്നു. ഏപ്രിൽ മാസത്തിലെ പുതിയ ടാക്സ് ഇയർ ആരംഭിച്ചതോടെ ടാക്സ് കോഡുകളിൽ വരുന്ന മാറ്റങ്ങൾ ശമ്പളത്തെ എങ്ങനെ ബാധിക്കുമെന്നത് മലയാളികൾ സജീവമായി ശ്രദ്ധിക്കുന്നുണ്ട്. നാട്ടിലേക്കുള്ള യാത്രയും വിമാന നിരക്കുകളും വേനൽക്കാല അവധി അടുക്കുന്നതോടെ യുകെയിൽ നിന്നും കൊച്ചിയിലേക്കും പരിസര വിമാനത്താവളങ്ങളിലേക്കുമുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുകയാണ്. കുടുംബമായി നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അധിക ചിലവ് വലിയൊരു ബാധ്യതയാകുന്നു.